ബഡ്ജറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ 8 പണി കിട്ടും. വേറൊന്നുകൊണ്ടല്ല, ഗിയർ ബോക്സിനൊക്കെ 4.5 ലക്ഷം രൂപയൊക്കെ വില വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും പ്രൈസ് നിങ്ങൾ ഗിയർ ബോക്സിന് ആ വാഹനത്തിന് പോലും വരുന്നില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൂട്ടിയൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനൽ ചെയ്തത് ജസ്റ്റ് കണ്ടു. ഈ പറയുന്ന രീതി 8ന്റെ പണിയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇത്ര വലിയ സംഭവമൊന്നുമില്ല. 4 ഗിയർ ബോക്സേ ഉള്ളൂ. ഇത് ഇനിയും മലയാളികൾ മനസ്സിലാക്കിയില്ല. ഇനിയും നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരും. ഷോറൂമിലൊക്കെ പോയി പുതിയ ഗിയർ ബോക്സ് നിങ്ങൾ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് നിങ്ങൾ നോക്കാൻ പോവുകയാണെങ്കിൽ ഷോറൂമിൽ നിൽക്കുന്നവരും ഏകദേശമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പറയുന്നത്. അവർ ഏത് കാറാണോ നിങ്ങൾ സെലക്ട് ചെയ്യാൻ നിൽക്കുന്നത് അതിനകത്ത് ഗിയർ ബോക്സ് ഏതാണോ വരുന്നത് അതിനെപ്പറ്റി ആയിരിക്കും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഗിയർ ബോക്സിന് മെയിൻ്റനൻസ് കൂടുതലാണോ അങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. വളരെ സിമ്പിളാണ്. 4 ഗിയർ ബോക്സ് ആണ് മെയിനായിട്ട് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിനകത്ത് വരുന്നത്. ഒന്ന് AMD ആണ്, ഒന്ന് CVT ആണ്, ഒന്ന് DCT ആണ്, 4ാമത് വരുന്നത് ടോർക്ക് കൺവേർട്ടർ ആണ്. ഇത് 4 സ്വഭാവമുള്ള ഗിയർ ബോക്സുകളാണ്. അതിനകത്ത് ഈ AMD എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് അല്ല. ആ ഗിയർ ബോക്സ് വരുന്നത് മാനുവൽ ഗിയർ ബോക്സ് ആണ്. ഇതിപ്പോൾ അത് അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു മാനുവൽ ഗിയർ ബോക്സ് 90% എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും വരുന്നത്. അതിനകത്ത് നമ്മൾ ആ ഒരു ഗിയർ ബോക്സ് ഉള്ള കാർ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലച്ച് ചവിട്ടേണ്ട, നമ്മൾ ഗിയർ മാറേണ്ടത് മാത്രമേ ഉള്ളൂ. ആ ഒരു ഗിയർ ബോക്സിനകത്ത് ക്ലച്ച് ചവിട്ടാനും ഗിയർ മാറ്റാനുമായിട്ടൊരു ഹൈഡ്രോളിക് ആക്യുവേറ്റർ വേണം. ഇതാണ് AMD എന്ന് പറയുന്ന ഗിയർ ബോക്സ്. ഇതിന് അങ്ങനെ വലിയ പണിയോ കാര്യങ്ങളൊന്നും കിട്ടുന്ന ഗിയർ ബോക്സ് അല്ല. അടുത്ത ഗിയർ ബോക്സ് വരുന്ന CVT ആണ്, കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ. ഈ CVT ഗിയർ ബോക്സ് എന്ന് പറയുന്നത് മോസ്റ്റ് സിംപ്ലസ്റ്റ് ആൻഡ് അത്യാവശ്യം മാരക റിലയബിൾ ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. അങ്ങനെ ഇങ്ങനെ പണിയോ കാര്യങ്ങളോ തരുന്ന ഗിയർ ബോക്സ് അല്ല. കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ ആണ്. അതായത് നിങ്ങൾ അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മെക്കാനിക്കൽ ആയിട്ടുള്ള ഗിയേഴ്സോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് റൈഡ് ആയിരിക്കും. അതായത് ഒരു ഗിയറിൽ നിന്ന് അടുത്ത ഗിയറിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ലാഗ്, ടോർക്കില്ലായ്മ, ഒരു വല്ലായ്മ, ഇതൊന്നും ഈ പറയുന്ന CVT ഗിയർ ബോക്സിന് കാണത്തില്ല. അതുമല്ല, ഇത് അഴിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സൈക്കിളിനകത്തൊക്കെ വരുന്നൊരു ടെക്നോളജി ഉണ്ടല്ലോ. അതായത് ഫ്രണ്ടിലൊരു വലിയ പുള്ളി, പുറകിലൊരു ചെറിയ പുള്ളി, ഇതിനെ രണ്ടിനെ കണക്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു ബെൽറ്റ്. ഇതാണ് CVT എന്ന് പറയുന്ന ഗിയർ ബോക്സിനകത്ത് മെയിനായിട്ട് കാണാൻ പറ്റുന്ന അവയവങ്ങൾ. ഇതിന് ഈ വലിയ പുള്ളിക്കും ചെറിയ പുള്ളിക്കും സ്പീഡും സൈസും കണ്ടിന്യൂസ്ലി വേരി ആയിരിക്കും. ഇതിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഗിയർ റേഷ്യോ കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള റൈഡിങ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് ഈ പറയുന്ന രീതിയിൽ മെയിൻ്റനൻസ് വളരെ കുറവായിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് CVT. ഒരു പ്യുവർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ CVT ഗിയർ ബോക്സ് നിങ്ങൾക്ക് നോക്കാം. അടുത്ത ഗിയർ ബോക്സ് വരുന്ന DCT ആണ്. ഈ DCT ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ്. ഇതിനകത്ത് 2 ക്ലച്ച് വരുന്നുണ്ട്. വേൾഡ് വൈഡിൽ നോക്കുവാണെങ്കിൽ തന്നെ അത്യാവശ്യം മാരക ഫാൻ ബേസ് ഉള്ളൊരു ഗിയർ ബോക്സ് ആണ്. ഇപ്പോൾ BM ആയിക്കോട്ടെ, ബെൻസ് ആയിക്കോട്ടെ, ഫെരാരി ആയിക്കോട്ടെ, പോർഷെ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ സ്പോർട്സ് കാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 99% ഈ പറയുന്ന DCT ഗിയർ ബോക്സ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ കാരണം ഭയങ്കര ക്വിക്കായിട്ടായിരിക്കും ഈ DCT ഗിയർ ബോക്സിനകത്ത് ഗിയർ ചേഞ്ച് ആകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ ക്ലച്ച് ആണല്ലോ. അതായത് ഒരു ഗിയർ ബോക്സിനകത്ത് 2 ഗിയർ സെറ്റുകൾ ഇറക്കി വെച്ചിരിക്കുക. അതിൻ്റെ ഒരു ഗിയർ സെറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ക്ലച്ചാണ്. അതായത് ഓഡ് ഗിയറുകൾ, അതായത് ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത് പോലുള്ള ഒറ്റപ്പെട്ട ഗിയറുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ക്ലച്ചും, പിന്നെ ഈ പറയുന്ന ഇവൻ ഗിയേഴ്സ്, അതായത് സെക്കൻഡ്, ഫോർത്ത്, സിക്സ്ത് പോലുള്ള ഗിയറുകളെ കൺട്രോൾ ചെയ്യുന്ന അടുത്ത ക്ലച്ചും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നോർമലി നമ്മളിപ്പോൾ 3rd ഗിയറിൽ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ 4th ഗിയറിൻ്റെ ക്ലച്ച് പ്രീ എൻഗേജ്ഡ് ആയിരിക്കും. അതായത് 3rd ഗിയറിൽ പൊക്കോണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ 4th ഗിയർ കൺട്രോൾ ചെയ്യുന്ന ക്ലച്ച് പ്രീ എൻഗേജ്ഡ് ആയിരിക്കും. ഈ ട്രാൻസ്മിഷൻ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ഗിയർ മാറാനുള്ള റിപ്പോർട്ട് ചെല്ലുമ്പം 3rd ഗിയറിൻ്റെ ക്ലച്ച് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഡിസെൻഗേജ് ആകുന്ന ആ ഒരു മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ 4th ഗിയറിൻ്റെ ക്ലച്ച് കയറിയങ്ങ് എൻഗേജ് ആവും. ഇവർക്ക് ഗിയർ മാറാനുള്ള ടൈം വേണ്ട, അത്രയ്ക്ക് ക്വിക്കായിട്ടാണ് ഈ DCT ഗിയർ ബോക്സിനകത്ത് ഗിയർ ചേഞ്ചിങ് നടക്കുന്നത്. ഇപ്പം ഇതറിയാത്ത കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ചോദിക്കുകയാണ്, അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ഗിയർ ബോക്സ് ആനയാണെന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരെയും കളിയാക്കുന്നതല്ല. ഇപ്പം ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഒക്കെ പാടാടാവേ, മാനുവൽ ഗിയർ ബോക്സ് ആണ് അടിപൊളി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നിലവിൽ ഇപ്പം പഴയ കാലത്ത്, അതായത് ഇപ്പം ഈ പറയുന്ന കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടല്ലോ. ആ ഒരു കാലത്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് കാർ ഇറങ്ങിയായിരുന്നില്ല. ഇപ്പോൾ ഈ കാർ ഇറങ്ങുമ്പം അന്നത്തെ ആൾക്കാരോട് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ പറയുന്ന കാറാണോ കാളവണ്ടിയാണോ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും കാറ് പാഴാടാവുകയും, കാളവണ്ടി ആണെങ്കിൽ കാളേനെ തല്ലുന്ന ഫീലൊന്നും ഈ കാർ ഓടിച്ചാൽ കിട്ടത്തില്ലെന്ന് പറയും. അതുപോലെയാണ് ഈ പറയുന്ന ഓട്ടോമാറ്റിക് മാനുവലും. കാരണം അങ്ങനെ പറയുന്നവർ ഒരു പക്ഷേ ഈ മാനുവലാണ് നല്ലതെന്ന് പറയുന്നവർ ഒരു പക്ഷേ ഓടിച്ചിരിക്കുന്നത് CVT ഗിയർ ബോക്സോ അതല്ലെങ്കിൽ ഈ പറയുന്ന AMD ഗിയർ ബോക്സോ ആയിരിക്കും. ഇതൊക്കെ അത്യാവശ്യം ഒരു സ്പോർട്ടി മൈൻഡഡ് ആയിട്ടുള്ള ഒരാൾക്ക് അത്യാവശ്യം യോജിക്കാത്ത രീതിയിലുള്ള ഒരു ഗിയർ ബോക്സ് ആണ്. പക്ഷേ എങ്കിൽ ഈ DCT ഗിയർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പോർഷയുടെ 911 ഒക്കെ അത്യാവശ്യം മാരക ഫാൻ ബേസ് ഉള്ള ഒരു കാറാണ്. അപ്പോൾ അതിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന പോലെ ഈ DCT ഗിയർ ബോക്സ് ആണ്. ഇപ്പം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതിനെ കാണിക്കുന്ന PDK ഗിയർ ബോക്സ് എന്നായിരിക്കും.
PDK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർഷ ഡോപ്പൽ കുപ്ലങ് എന്നങ്ങാണ്ടൊക്കെയാണ് പറയുന്നത്. അതായത് പോർഷയുടെ ഇരട്ട ക്ലച്ചൻ എന്നുള്ളൊരു മീനിങ് അതിന് വരുന്നത്. അപ്പോൾ അതാണ് ഈ DCT ഗിയർ ബോക്സ്. ഈ മെയിൻ്റനൻസ് നോക്കുവാണെങ്കിൽ DCT ഗിയർ ബോക്സിന് ഒരു അല്പം കൂടുതലാണ്. കാരണം അത്രത്തോളം പെർഫോമൻസ് വരുന്നതുകൊണ്ട് മാത്രമാണ് അതിന് മെയിൻ്റനൻസ് കൂടുതലുള്ളത്. കാരണം ക്ലച്ച് മാറുന്ന ടൈമിൽ 2 ക്ലച്ച് ഉണ്ട്, അപ്പോൾ 2 ക്ലച്ച് മാറേണ്ടി വരും. പിന്നെ അതുകൂടാതെ ഈ ഫസ്റ്റ് സെക്കൻഡിലിട്ട് ഒരുപാട് കളി കളിക്കുമ്പം ഡ്രൈ DCT എന്ന് പറയുന്ന സാധനം അത്യാവശ്യം ഹീറ്റിങ് കാണിക്കാറുണ്ട്. അതായത് ഹുണ്ടായുടെ ക്രെറ്റയ്ക്കകത്തൊക്കെ വരുന്ന ഈ ഡ്രൈ DCT എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഹീറ്റിങ് കാണിക്കാറുണ്ട്. അതേസമയം വെറ്റ് DCT എന്ന് പറയുന്നുണ്ട്. ഈ വെറ്റ് DCT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്ലച്ച് കിടക്കുന്നത് ഈ പറയുന്ന ഒരു ട്രാൻസ്മിഷൻ ഓയിലിനകത്താണ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ അധികം ഹീറ്റ് ആകാറില്ല, അങ്ങനെയുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും കാണിക്കാറില്ല. അതേസമയം വെറ്റ് DCT ഗിയർ ബോക്സ് അത്യാവശ്യം നല്ല പെർഫോമൻസ്, നിങ്ങളൊരു സ്പോർട്ടി റൈഡാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നേരെ പോയി DCT ഗിയർ ബോക്സ് എടുക്കാം. ഇത് പണി തന്നാൽ പോലും അതിനുള്ള ഔട്ട്പുട്ട് അത് തരുന്നതുകൊണ്ടാണ് അത്രയും കപ്പ് തരുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ടോർക്ക് കൺവെർട്ടറാണ്. ഈ ടോർക്ക് കൺവെർട്ടർ എന്ന് പറയുന്നത് അത്യാവശ്യം പ്രീമിയം കാറിനകത്തൊക്കെ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ മീറ്ററിൻ്റെ നീഡിലുണ്ട്. അതായത് മീറ്റർ ബോക്സിനകത്ത് സ്പീഡോ മീറ്ററിൻ്റെ നീഡിൽ ഇങ്ങനെ കയറി പോകുന്നത് കാണാൻ പറ്റും. പക്ഷേ എങ്കിൽ ഗിയർ ചേഞ്ച് ആകുന്നത് നമുക്ക് ഫീൽ ആകത്തില്ല. അതിൻ്റെ കാരണം അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ടോർക്ക് കൺവെർട്ടർ എന്ന് പറയുന്ന ഗിയർ ബോക്സ് ആണ്. ബാക്കിയുള്ള എല്ലാ ഗിയർ ബോക്സിൻ്റെയും മൂത്തോനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടോർക്ക് കൺവെർട്ടറിനെ എടുക്കാം. ടോർക്ക് കൺവെർട്ടർ അത്യാവശ്യം പ്രീമിയം ആണ്, ലക്ഷറി ആണ്, അതുപോലെ എക്സ്പെൻസീവ് ആണ്. ഈ ബാക്കിയുള്ള ഗിയർ ബോക്സിനെ അപേക്ഷിച്ച് ഒരല്പം വില കൂടുതലായിരിക്കും. പക്ഷേ എങ്കിൽ അത് വരുന്ന ഔട്ട്പുട്ട് അപാരമാണ്. അതായത് ഇപ്പം ഈ ടോർക്ക് കൺവെർട്ടർ എന്ന് പറയുന്നതിൻ്റെ മെയിൻ ഒരു പാർട്ട് വന്നിരിക്കുന്നത് ഒരു ലിക്വിഡ് കപ്ലിങ്ങിനകത്താണ്. ഈ ലിക്വിഡ് കപ്ലിങ്ങിനകത്തിരിക്കുന്ന 3 പ്രധാന ക്യാരക്ടേഴ്സുള്ള ഒരു ഇമ്പല്ലറുണ്ട്, ഒരു ടർബൈനുണ്ട്. ഈ ഇമ്പല്ലറിനും ടർബൈനും ഇടയ്ക്കായിട്ട് ഒരു സ്റ്റേറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ഇമ്പല്ലർ എന്ന് പറയുന്നത് ഡയറക്റ്റ് എഞ്ചിനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ടർബൈൻ എന്ന് പറയുന്ന സാധനം ഇമ്പല്ലർ എഞ്ചിനുമായിട്ട് ഡയറക്റ്റ് കണക്റ്റ് ആയിരിക്കും. അപ്പം എഞ്ചിൻ എപ്പോഴൊക്കെ പ്രവർത്തിക്കുന്നു അപ്പോഴൊക്കെ ഇമ്പല്ലറിനകത്ത് ഫാൻ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ഫാൻ കിടന്ന് കറങ്ങുന്നത് കൊണ്ട് തന്നെ ഇതൊരു ലിക്വിഡ് കപ്ലിംഗ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫ്ലൂയിഡ് കിടന്ന് കറങ്ങി ഈ പറയുന്ന ടർബൈനിലേക്ക് ചെല്ലും. അപ്പോൾ ടർബൈനിലേക്ക് ഫ്ലൂയിഡ് കറങ്ങി ചെല്ലുമ്പോൾ ഈ ടർബൈൻ കിടന്ന് കറങ്ങും. അപ്പോൾ ടർബൈൻ കിടന്ന് കറങ്ങി അവിടെ പ്രൊഡ്യൂസ് ആവുന്ന പവർ നേരെ ചെല്ലുന്നത് ഒരു പ്ലാനറ്ററി ഗിയർ സെറ്റിലേക്കായിരിക്കും. ഈ ബാക്കിയുള്ള ഗിയർ സെറ്റ് പോലെയല്ല ഈ പ്ലാനറ്ററി ഗിയർ സെറ്റ്. ഈ പ്ലാനറ്ററി ഗിയർ സെറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു സൺ ഗിയർ ഉണ്ട്. ആ സൺ ഗിയറിന് ചുറ്റും കിടന്ന് കറങ്ങുന്ന ഒരു 3 പ്ലാനറ്റ് ഗിയേഴ്സ് കാണും. ഈ പ്ലാനറ്റ് ഗിയേഴ്സിന് ചുറ്റും ഒരു റിംഗ് ഗിയറും കൂടെ കാണും. അപ്പോൾ അങ്ങനെ ഈ സൺ ഗിയർ കറങ്ങി പ്ലാനറ്റ് ഗിയേഴ്സ് കറങ്ങി അങ്ങനെ ഈ റിംഗ് ഗിയർ കിടന്ന് കറങ്ങിയിട്ടാണ് ഈ പവർ നേരെ വീലിലേക്ക് ചെല്ലുന്നത്. ഈ ഒരു രീതിയിലാണ് ഈ ടോർക്ക് കൺവെർട്ടർ എന്ന് പറയുന്ന ഗിയർ ബോക്സ് വരുന്നത്. ഈ ടോർക്ക് കൺവെർട്ടർ എന്ന് പറയുന്ന ഗിയർ ബോക്സിനകത്തുനിന്ന് ഒരുപാട് ടോർക്കൊന്നും നമുക്ക് നഷ്ടപ്പെടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് റൈഡ് ആയിരിക്കും, അത്യാവശ്യം നല്ല ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിരിക്കും. ഈ DCT ഗിയർ ബോക്സ് പോലെ ഒരുപാട് മെയിൻ്റനൻസ് വരുന്ന ഒരു ഗിയർ ബോക്സ് അല്ല ഈ ടോർക്ക് കൺവെർട്ടർ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏത് ഗിയർ ബോക്സ് ആണ് വേണ്ടത്. നിങ്ങൾക്കിപ്പം ടൗണിൽ കിടന്നുള്ള ഓട്ടോ ആണ് കൂടുതൽ, നിങ്ങൾക്ക് ഒരുപാട് ലോങ് ഒന്നും പോകാനില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന AMD ഗിയർ ബോക്സ് നോക്കിയാൽ മതിയായിരിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് വളരെ കുറവാണ്, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് കിട്ടുന്നത്. അതല്ല നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ഗിയർ ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ CVT ഗിയർ ബോക്സ് പോയി നോക്കാം. ഇനിയിപ്പോൾ അതല്ല സ്പോർട്ടി മൈൻഡഡ് ആണെങ്കിൽ നേരെ DCT ഗിയർ ബോക്സ് എടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് പ്രീമിയം ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ആണ് വേണ്ടതെങ്കിൽ നേരെ പോയി പറയുന്ന ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് എടുക്കാം.